കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് കൊല്ലം സ്വദേശിയായ വേണു മരിച്ചു എന്ന ആരോപണം. ആ ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വേണുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. അതേസമയം ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. വിവരങ്ങളുമായി എസ് വിനീഷ്, ഒരുപക്ഷെ ഇന്ന് ആ ശബ്ദ സന്ദേശത്തിൻ്റെ ടെക്സ്റ്റായി പലയിടത്തും വായിക്കുമ്പോൾ അതീവ ദയനീയമാണ്. ഈ ആശുപത്രിയിൽ വന്ന് ഞാൻ കുടുങ്ങിപ്പോയി, അടിയന്തരമായി ആൻജിയോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞ് ആംബുലൻസിൽ ഒരു റെഫറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച ഒരാളെ 4 ദിവസം തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. 4ാമത്തെ ദിവസം പരിശോധനയ്ക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹത്തിന് നെഞ്ചുവേദന വരുന്നു, മരിക്കുന്നു. അതീവ ദുഃഖകരമാണ്. അത് ആശുപത്രി എങ്ങനെ തന്നെ ന്യായീകരിച്ചാലും ഇപ്പോൾ കുടുംബം എങ്ങനെയാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ശ്രീജ, കുടുംബം തുടർ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ ഇതിൽ ഒരു വിശദീകരണവുമായി എത്തിയിരുന്നു. തങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്തി, മുൻപ് ഇയാൾക്ക് സ്ട്രോക്കുള്ള രോഗിയായിരുന്നു എന്നതടക്കം ചില വിശദീകരണങ്ങൾ നടത്തി. പക്ഷെ എന്നാലും അവർ ഈ ശബ്ദ സന്ദേശത്തിൽ അവരെയും വളരെ വിഷമിപ്പിച്ചു എന്നതടക്കം മാധ്യമങ്ങളോട് പറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കുടുംബം ഉറച്ചു തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ആ മൊഴിയിൽ തന്നെ ഉറയ്ക്കുന്നു എന്നുള്ളതാണ് ശ്രീജ. കുടുംബം പറയുന്നത് തങ്ങളുടെ ഭർത്താവിന് ചികിത്സ ലഭ്യമാകാഞ്ഞത് കൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചത് എന്ന് തന്നെയാണ്. ഇതിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസവും ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴും പ്രതിഷേധങ്ങൾ ഉള്ള സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഇവരുടെ വീട്ടിലുണ്ടായ ഈ ഒരു നഷ്ടം, കാരണം ആ വീട്ടിലെ ആകെ ഒരു അത്താണിയായിരുന്നു ഈ വേണു ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോ ഓടിച്ചൊക്കെയായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നതെന്നാണ് വേണുവിന്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ആ ഒരു തീരാനഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി തന്നെ മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഈ ഒരു അവർ ആദ്യം നൽകിയ മൊഴിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീജ, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ ആയുധമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷം. അതേസമയം ഇത് ആരോഗ്യ കേരളം വെന്റിലേറ്റർ ആയതിൻ്റെ തെളിവാണെന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ ഈ വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തെ മരണമൊഴിയായി കണക്കാക്കിക്കൊണ്ട് കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.